വലിയവനായ ദൈവമേ, അങ്ങയുടെ മഹത്വം സർവ്വഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ സെഷനിലേക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഇന്ന് ജൂൺ 28. ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം 9-ാം അധ്യായം. നമ്മൾ ഇന്നലെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് ശമൂവേലിനും ദൈവത്തിനും ഒക്കെ അനിഷ്ടമായിരുന്നെങ്കിലും ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ അവർ ജനത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അതോടൊപ്പം അവരെ ഭരിക്കാനിരിക്കുന്ന രാജാവിൻ്റെ വ്യവസ്ഥകൾ, അവർക്ക് വരാനിരിക്കുന്ന രാജാവെന്ന ആ പുതിയ സംവിധാനത്തിലൂടെ അവർക്ക് നേരിടാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ പറയുന്നു. അപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടും പറയാണ്, ഇല്ല, അതൊന്നും സാരമില്ല, അതൊന്നും കാര്യമല്ല. ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണം. അങ്ങനെ രാജാവിനെ വാഴിച്ചു കൊടുക്കുന്ന കാര്യം ദൈവം അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. ഇന്ന് നമ്മൾ ആ രാജാവിനെ കണ്ടെത്തുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ശൗൽ എന്നൊരാൾ, ശൗൽ എന്ന് പറയുന്നത് ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന് പറയുന്ന ഒരു ധനികനുണ്ടായിരുന്നു. അയാളുടെ മകനായിരുന്നു. അപ്പോൾ ധനികനാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള എല്ലാ ആൾക്കാരെക്കാളും തോൾ മുതൽ പൊക്കം കൂടുതലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോൾ വരെയേ ഉള്ളൂ. ഇസ്രായേലിൽ ഏറ്റവും പൊക്കമുള്ള ആൾ വരെ അദ്ദേഹത്തിൻ്റെ തോൾ വരെയേ ഉള്ളൂ. നല്ല പവിഴ നിറമുള്ള കോവളനും, ആര് കണ്ടാലും ഒരു രാജാവായിട്ടിരിക്കാനൊക്കെ ജനത്തിന് യോഗ്യനായ ഒരുവൻ ആയിരുന്നു അത്. അപ്പോൾ ദൈവവും യോഗ്യനായിട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും കൊള്ളരുതാത്തരത്തിനെ തിരഞ്ഞെടുക്കില്ല. അപ്പോൾ ദൈവവും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ജനത്തിൻ്റെ ഇടയിൽ ജനം നോക്കുമ്പം ജനം ഒരിക്കലും ഇവൻ കൊള്ളില്ല എന്ന് പറയാത്ത തരത്തിലുള്ള വ്യത്യസ്തതകളുള്ള മനുഷ്യൻ്റെ കണ്ണിൽ തൃപ്തിയായ ഒരു വ്യക്തിയെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇതിനിടയിൽ സംഭവം നടക്കുന്നുണ്ട്. ശൗലിൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിച്ച് അപ്പൻ ഇവരെ വിടുന്നുണ്ട്. പക്ഷേ ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അവർ പല സ്ഥലത്തും അവർ സഞ്ചരിച്ചു, കഴുതകളെ കണ്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതല്ല ഒത്തുവരുന്നു, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ആ ദൈവപുരുഷനെ കാണാം. അത് ശമൂവേൽ പ്രവാചകനായിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി. പക്ഷേ കയ്യിൽ സമ്മാനമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കയ്യിലൊരു ചെറിയ ഒരു കാൽശേക്കൽ വെള്ളി ഉണ്ടായിരുന്നു, അത് ദൈവപുരുഷന് കൊടുക്കാം എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ഒരു ദർശകൻ എന്നാണ് അവർ ഇങ്ങനെയുള്ള ആളുകളെ, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന, തൻ്റെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ദർശകൻ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ ശമൂവേൽ പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലം ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അവിടെ ചെന്നു. ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ ശമൂവേലിന് വെളിപ്പെടുത്തി, നാളെ ഈ നേരത്ത് ബെന്യാമിൻ ഗോത്രക്കാരനായ ഒരാളെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും. അപ്പോൾ ഈ കഴുതകളെ കാണാതെ പോയതും അവർ കഴുതകളെ അന്വേഷിച്ച് പുറപ്പെട്ടതും അവർ ഈ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നതും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാലാണ്, ദൈവത്തിൻ്റെ പ്ലാനിലാണ്. അപ്പോൾ അവരിവിടെ എത്തി അവനെ അഭിഷേകം ചെയ്യണം എന്ന്, ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന്. അപ്പം രാജാവിനെ ആണ് അയച്ചിരിക്കുന്നത്. രാജാവായിരിക്കേണ്ടവനെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ട നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അപ്പം ശൗലവിടെ വന്നു. ശൗലിനെ കണ്ടപ്പം ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ സമയമൊക്കെ ഒത്തു നോക്കുമ്പം ശമൂവേലിന് മനസ്സിലായി, ഇത് ദൈവം അയച്ചവൻ തന്നെയാണ്. അപ്പം അവിടെ നിൽക്കാൻ പറഞ്ഞു. ശൗലിനോട് പറഞ്ഞു, ദർശകൻ ഞാൻ തന്നെ, എൻ്റെ കൂടെ പൂജാഗിരിക്ക് പോരാ, നിങ്ങളിന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കും എന്ന് ബാല്യക്കാരനോടും ഈ ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യനോടും പറഞ്ഞു. നാളെ ഞാൻ ഈ നേരത്തേക്ക് യാത്രയാക്കാം. അപ്പോൾ അവർ ഹൃദയത്തിൽ വിചാരിക്കുന്നു, അയ്യോ നാളെയോ, ഞാൻ കഴുതകളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ കഴുതയെ എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇനി നാളെ ഈ നേരത്ത് അയക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്,
അല്ല, നിങ്ങളുടെ ആ കാണാതെ പോയ കഴുതയൊക്കെ 3 ദിവസം മുമ്പ് കിട്ടി. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, അത് കിട്ടി. അപ്പം പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മേലാണ്, നിൻ്റെ മേലും നിൻ്റെ പിതൃഭവനത്തിന്മേലുമാണ് എന്ന് പറയുമ്പോൾ ശൗല് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കും. അപ്പോൾ അതും അയാൾക്ക് ആ ബോധ്യമുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ വരാൻ യോഗ്യതയില്ല, കാരണം എൻ്റെ കുടുംബവും ചെറുതാണ്, എൻ്റെ ഗോത്രവും ചെറുതാണ്. അത് ശൗല് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാനല്ലല്ലോ ശമൂവേൽ പ്രവാചകൻ അവിടെ ഇരിക്കുന്നത്. ശമൂവേൽ പ്രവാചകനെ ദൈവമല്ലേ ശമൂവേൽ പ്രവാചകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെ ഒരാൾ വരുമെന്നും അയാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നും. അതുകൊണ്ട് അത് ശമൂവേൽ പ്രവാചകൻ കാര്യമായിട്ട് എടുത്തില്ല. അവരെയും കൂട്ടി പിന്നെ വിരുന്നുശാലയിൽ പോയി അവർക്ക് ഇരുന്ന് ആഹാരമൊക്കെ കൊടുത്തു. അവരുടെ കൂട്ടി നിന്ന് കഴിച്ചു. വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ശൗലിനെ വിളിച്ചു. എഴുന്നേൽക്ക്, ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് അവർ രണ്ടുപേരും, ശൗലും പിന്നെ ശമൂവേലും കൂടെ വെളിയിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശൗലിനോട്, വൃത്തിന് മുമ്പേ കടന്നു പോകാൻ പറയുക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടത്, അല്പം നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പ്രവാചകനും മാത്രമായി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിക്കേണ്ട, അതുകൊണ്ട് വൃത്തിനോട് മുമ്പേ പോകാൻ പറഞ്ഞു. അയാൾ മുമ്പേ പോയി. ശമൂവേൽ പ്രവാചകനും ശൗലും മാത്രമായി. ഇനിയാണ് നാളത്തെ അധ്യായത്തിലാണ് അത് ശമൂവേൽ പ്രവാചകൻ ഈ ശൗലെന്ന ഈ മനുഷ്യനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിൽക്കാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നിൽക്കുന്നു. അതുവരെയാണ് ഇന്നത്തെ വായനയിലുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ദൈവം പറയുന്നുണ്ട്, ഞാൻ ഈ നേരത്തെ ബെന്യാമിൻ ദേശക്കാരനെ ഒരാളെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും എന്ന് പറയുന്നുണ്ട് ശമൂവേൽ പ്രവാചകനോട്. അപ്പോൾ എന്നാൽ ശൗലിനെ സംബന്ധിച്ച് ഇതൊക്കെ സ്വാഭാവികമായി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്, ദൈവത്താൽ സംഭവിക്കുന്നതായിട്ട് ശൗലിന് തോന്നണമെന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ അന്തം വിടും, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അത്ഭുതപ്പെടാം. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് ഇതുപോലെ ദൈവം അയക്കുന്നതും ദൈവം അറിയിക്കുന്നതും ദൈവം ഒരുക്കുന്നതുമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കാണും. ഇന്ന് നമ്മൾ ഈ വായന കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വിവരണം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ സംബന്ധിച്ച് ഇത് ഒരു വെറും കേൾവിയായിട്ട് വേണേൽ കരുതാം. പലരും പലതും പറയുന്നുണ്ടല്ലോ, അത് ആ കൂട്ടത്തിൽ ഒന്നായിട്ട് വിചാരിക്കാം. ദൈവം ഒരുക്കിയതാണോ അല്ലയോ എന്ന് ഉള്ളൊരു ചോദ്യം ഇതിനകത്തുണ്ട്. ദൈവം ഒരുക്കിയതാണെങ്കിൽ, ദൈവം താങ്കളെ അന്വേഷിച്ച് കണ്ടെത്തിയതാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തോട് മറുത്തു നിൽക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ ശൗലും മറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. ശൗല് വേണ്ട എന്ന് പറഞ്ഞ കാര്യം തന്നെ അവിടെ സംഭവിക്കുന്നുമുണ്ട്. പക്ഷെ അതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. നമ്മൾ തന്നെയാണ് അത് ഏറ്റെടുക്കേണ്ടത്, നമ്മൾ തന്നെയാണ് അത് സ്വീകരിക്കേണ്ടത്. നമുക്ക് ജന്മം കൊണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ പുസ്തകത്തിലെ ദൈവകാര്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് അറിയാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ഇവിടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിക്കൂ എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. അവിടെ ഒരു ജാഗ്രതയും ശ്രദ്ധയും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ദൈവം ഒരുക്കിയതാണോ, ദൈവം അയച്ചതാണോ, ദൈവം സംസാരിക്കുന്നതാണോ, ദൈവം എന്നോട് ഇടപെടുന്നതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെ ഏറ്റെടുത്താൽ ഇല്ല, സ്വയം അവരവരുടെ ഇഷ്ടത്തിനും അവരവരുടെ താല്പര്യത്തിനും അനുസരിച്ചാണ് കാര്യങ്ങൾ വിശ്വസിക്കുകയും തീരുമാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവിടെ ദൈവത്തിന് പിന്നൊന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്, ഒരുക്കുകയും ചെയ്യും. പക്ഷെ അത് ശൗലിനെ ജീവിതത്തിൽ അത് നേരത്തെ ഒരുക്കുമ്പം കഴുത കാണാതെ പോയത് അതെങ്ങനെയാണ് കഴുത കാണാതെ പോയത് അന്വേഷിച്ച് ശമൂവേൽ പ്രവാചകന് മുമ്പിൽ തന്നെ എങ്ങനെയാണ് എത്തിയത്? ശമൂവേൽ പ്രവാചകനോട് ദൈവം നേരത്തെ അറിയിച്ചു തലേദിവസം. അപ്പോൾ അത് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന്. ശൗലിന് അത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല.
കാരണം ശൗലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ശൗല് ദൈവം കൃത്യമായി ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ള ബോധ്യത്തിലാണ് ശൗല് മുന്നോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അഭിഷേകത്തിന് നിന്ന് കൊടുത്തു, രാജാവായി, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ ഹൃദയം അതെങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഹൃദയം ശൗല് ദൈവത്തിൻ്റെ വശത്ത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് നമുക്കും അത്തരം കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെയും മറ്റു കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് എന്താണ് ദൈവം നമ്മളോട് പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്, ഈ വിവരണത്തിലൂടെ നടക്കുന്നത്. അപ്പം അത് വ്യക്തിപരമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പുസ്തകത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. അത് ചെവിയുള്ളവൻ കേൾക്കും എന്ന് തന്നെയാണ്. രണ്ടാമത്തെ വായനാ ഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം. ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചു. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കെ കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായുപൊത്തി നിൽക്കും എന്നൊക്കെയും പറഞ്ഞ് വായിക്കുകയാണ്. എന്നിട്ട് 53-ൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ നേരത്തെ അവനെക്കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ ദാസൻ, അവൻ ഉയർന്നു പൊങ്ങി, അവൻ കൃതാർത്ഥനാകും എന്ന് പറഞ്ഞ അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇത് എന്തിനെ സംബന്ധിച്ചാണ്, ആരെ സംബന്ധിച്ചാണ്, ആരാണ് അവൻ, ആരാണ് എൻ്റെ ദാസൻ എന്നുള്ളതിന് കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ ഇന്ന് അത് വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് യെശയ്യാപ്രവാചകൻ ഇത് പറയുമ്പോൾ ആരുടെയും മനസ്സിലത് തോന്നിയിട്ടുണ്ടാവത്തില്ല. ചിലപ്പോൾ യെശയ്യാപ്രവാചകന് വരാനിരിക്കുന്ന കാലത്ത് ഇതിനെ സംബന്ധിച്ചൊരു പിക്ചർ ലഭിച്ചിട്ടുണ്ടാകും. ബാക്കി കേൾക്കുന്നവർക്ക് എന്താണ്? കേൾക്കുന്നവർക്ക് എന്തോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളും ഇത് മനസ്സിലാക്കാതെ വായിച്ചാൽ നമുക്കും എന്തോ പറയുന്നു എന്നേ നമുക്കും തോന്നും. പക്ഷേ നമുക്ക് മുമ്പിൽ കൃത്യമായ പിക്ചറുണ്ട്. ഈ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതും ത്യജിക്കപ്പെട്ടതും വ്യസനപാത്രമായിരുന്നതും നിന്ദിക്കപ്പെട്ടതുമായ ഒരു മനുഷ്യനെ നമുക്കറിയാം. ആ മനുഷ്യന് അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വാതുറക്കാതെ ഇരുന്നു. നമ്മൾ വായിക്കുകയാണ്, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആറ് വിചാരിച്ചു. ആരും അത് വിചാരിച്ചില്ല. അത് സംഭവിക്കുമ്പോൾ ആരും ഇത് ദൈവത്താൽ സംഭവിക്കുകയാണെന്ന് വിചാരിച്ചില്ല. മറിച്ച് ഇത് അവനുള്ള ശിക്ഷയായിട്ടാണ് ജനം മനസ്സിലാക്കിയത്. അവൻ ദൈവത്തെ ദുഷിച്ചു, അവൻ ശവത്തിനെ അശുദ്ധമാക്കി. ഇതൊക്കെയാണ് ആ മനുഷ്യനെക്കുറിച്ച് ജനം അന്ന് വിചാരിച്ചത്. അതാണ് ഇവിടെ വായിക്കുന്നത്. എൻ്റെ ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആറ് വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. ജനം കൊടുത്ത കാര്യമാണ്. എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടല്ല, തെറ്റ് ആരോപിക്കപ്പെടുകയായിരുന്നു. അവനത് ചെയ്തു, ഇത് ചെയ്തു എന്നും പറഞ്ഞ് ദൈവത്തോട് സമനാക്കി. ഇതൊക്കെയാണ് കുറ്റങ്ങൾ. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അതാണല്ലോ ദൈവം ചെയ്തതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടല്ല, ഒരു കുറ്റം പോലും ചെയ്തിട്ടല്ല. ഏതെങ്കിലും ഒരു കുറ്റത്തിൻ്റെ ആണെന്ന് പറയാൻ പോലും ഒരു കുറ്റം പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനില്ല. പക്ഷേ ദൈവത്തിന് അങ്ങനെയാണ് ഹിതം തോന്നിയത്. അത് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്. ദൈവമേ, എൻ്റെ ഹിതമല്ല, എനിക്ക് ഈ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ എന്ന് 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ പ്രാണന് ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്. അപ്പോൾ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ അകൃത്യയാഗം, പാപയാഗം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്.
അതൊരു അകൃത്യയാഗമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെ അകൃത്യത്തിന് പകരമാണ്? യേശുക്രിസ്തുവിൻ്റെ അകൃത്യത്തിന് പകരമാണോ? അല്ല. ആ അകൃത്യത്തിന് പകരമായ ഒരു യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും, ദീർഘായുസ് പ്രാപിച്ചോ? നിത്യജീവൻ ലഭിച്ചില്ലേ? പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി യേശുക്രിസ്തു നിത്യജീവൻ പ്രാപിച്ചു. ഇനി യേശുക്രിസ്തുവിലൂടെയാണ് ഇനി ആരെങ്കിലുമൊക്കെ നിത്യജീവൻ പ്രാപിക്കാനുണ്ടെങ്കിൽ ഇനി അന്ന് മുതൽ നിത്യജീവൻ പ്രാപിക്കാനുള്ളത്. യേശുക്രിസ്തു പ്രാപിക്കുകയും ആ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ കയ്യാൽ, യേശുക്രിസ്തുവിൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ. അത് ഇനി യേശുക്രിസ്തുവിന് മരണമില്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു ഇനി ഭൂമിയിൽ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അറിവുള്ളതുപോലെ തന്നെ അത് സംഭവിച്ച് കണ്ട് തൃപ്തനാകും. എൻ്റെ ജീവിതം പാഴായിപ്പോയില്ല, വെറുതെ ആയിപ്പോയില്ല. അത് ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി അല്ലെങ്കിൽ പൂർണ്ണ വിജയമായി എന്ന് ക്രിസ്തുവിന് മനസ്സിലാകാൻ, തിരിച്ചറിയാൻ, അനുഭവിപ്പാൻ തക്കവണ്ണം പറയുകയാണ്. എൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ടും പലരെയും നീതീകരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താലാണ് നമ്മൾ ഈ സത്യത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പഴയ നിയമം നമ്മൾ ഉള്ളപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കൂടുതലായി കാണുന്നത്. യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അവിടെ മറഞ്ഞു പോവുകയോ, ദൈവത്തെ നമ്മൾ മറന്നു പോവുകയോ, ദൈവം അവിടെ ഇല്ലാതിരിക്കുകയോ, പഴയ നിയമത്തെ തള്ളിക്കളയുകയോ ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാ ആധാരം പഴയ നിയമമാണ്. പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമമില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, നിഴലുകൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ നിയമകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പഴയ നിയമത്തെ നോക്കേണ്ടത്. അല്ലാതെ അത് കഴിഞ്ഞു പോയി അതുകൊണ്ട് അത് വേണ്ട, ഇനി പുതിയ നിയമം മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവഹിതത്താൽ സംഭവിച്ചാണെന്ന് മനസ്സിലാകുന്നത്? അത് പഴയ നിയമത്തിലാണ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഉള്ളത്. ആ പുസ്തകം ഇല്ലാതെ നമുക്ക് പുതിയ നിയമം എന്ന് പറഞ്ഞ് മാത്രം നിൽക്കാനൊക്കത്തില്ല. അത് ശുദ്ധ അസംബന്ധവും മൂഢത്വവുമായി പോകും. അത് അങ്ങനെയുള്ളവരുണ്ട്. പഴയ നിയമം കഴിഞ്ഞു, പുതിയ നിയമമാണ്, പുതിയ നിയമം മാത്രം കൊണ്ട് വായിച്ച് ജീവിച്ചു പോകും. പക്ഷേ ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് ദൈവത്താൽ സംഭവിച്ചാണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് പഴയ നിയമം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. അപ്പോൾ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെട്ടു അല്ലേ? ഇടതുവശത്തും വലതുവശത്തും രണ്ട് കള്ളന്മാരല്ലേ സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടും എന്ന് പറഞ്ഞത് നിവൃത്തിയായി എന്ന് മത്തായിയുടെ സുവിശേഷത്തിലോ ലൂക്കോസിലോ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിക്രമക്കാരോടുകൂടെ എണ്ണി എന്ന് ഉള്ള പ്രവചനം നിവൃത്തിയായി. ഇതൊക്കെയും നമ്മൾ ഇതില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുതിയ നിയമത്തിൽ നടന്ന സംഭവങ്ങളെ നമുക്ക് എടുക്കാൻ കഴിയുക? വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാതിരിക്കുന്നത്, വിശ്വാസം എടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആ തീവ്രമായ ഉറപ്പ് ദൈവം നേരത്തെ അറിയിച്ചത്, ഇതൊക്കെയല്ലേ നമ്മുടെ ഹൃദയത്തിൽ അതിന് വലിയൊരു വാതിൽ തുറന്ന് കിട്ടുന്നത്, അതിൻ്റെ വിശ്വാസത്തിന് കൂടുതൽ ബലം നൽകുന്നത്. വിശ്വസിക്കുന്നത് എന്തും വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ആ വിശ്വാസത്തിന് എന്തിൻ്റെ ബേസിലാണ്, എന്തിൻ്റെ ഉറപ്പിലാണ്? ദൈവം നേരത്തെ അറിയിച്ചിരുന്നു എന്നുള്ള ഉറപ്പിലാണ്, ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു എന്നുള്ള ഉറപ്പിലാണ്. അതെവിടെ നിന്ന് കിട്ടും? പഴയ നിയമ പുസ്തകത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വായന വളരെ പ്രധാനമുള്ള കാര്യമാണ്. ബൈബിൾ ഒരു കഥാപുസ്തകമോ ഇമാജിനേഷനിൽ എഴുതപ്പെട്ട ആരുടെയെങ്കിലും ഭാവനയിൽ വിരിഞ്ഞതോ അല്ല. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ. ഒരു ചരിത്ര പുസ്തകം എപ്പോഴും പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ചരിത്ര പുസ്തകം, പഴയ കാലത്തെ ചരിത്ര പുസ്തകം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ചരിത്രം, ഇനി വരാനിരിക്കുന്നതിൻ്റെ ചരിത്രം കൂടെ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ഇത് ലോകത്തെ ഏതൊരു പുസ്തകവുമായിട്ട് ചേർത്ത് വെക്കാനൊക്കത്തില്ല. വേർതിരിക്കപ്പെട്ട പുസ്തകം, ഹോളി ബുക്ക് എന്നാണ്. വിശുദ്ധ വേദപുസ്തകം, വേർതിരിക്കപ്പെട്ട പുസ്തകമാണ്. ഇത് ലോകത്ത് ഒരു പുസ്തകവുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു പുസ്തകമല്ല ഈ ബൈബിൾ, വേദപുസ്തകം. ഇത് വേർതിരിക്കപ്പെട്ടതാണ്, ഹോളിയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ നമുക്ക് കൈ കിട്ടിയിരിക്കുന്ന പുസ്തകത്തെ നമ്മൾ ഭയങ്കരമായി തന്നെ വിലമതിക്കണം. മറ്റെല്ലാത്തിനേക്കാളും വിലമതിക്കണം. അതിലാണ് യേശുക്രിസ്തു ഉള്ളത്, അതിലാണ് ദൈവമുള്ളത്, അതിലാണ് ദൈവത്തിൻ്റെ പദ്ധതികളുള്ളത്, അതിലാണ് നമ്മുടെ ഭാവിയുള്ളത്. അപ്പോൾ അത്തരം നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതിനപ്പുറം ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ സംഗതിയില്ല. ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തെ തള്ളിക്കൊണ്ട് ഒരു മനുഷ്യന്
എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ സത്യങ്ങൾ അന്വേഷിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ തന്നെ ഉറച്ച്, എനിക്ക് ആരും പറയുന്നതല്ല, എൻ്റെ മുതുമുത്തച്ഛന്മാർ പറഞ്ഞ് പഠിച്ചു വന്ന കളവുകളല്ല, എൻ്റെ പള്ളിയിൽ എൻ്റെ പുരോഹിതൻ പറഞ്ഞു വന്ന പ്രസംഗിച്ച പ്രസംഗങ്ങളല്ല. അതിന് വ്യത്യസ്തമായൊരു സംഗതിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിൽക്കാൻ ഇടയായാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ദൈവമായിട്ടും ഈ പുസ്തകവുമായിട്ടും ക്രിസ്തുവുമായിട്ടും ബന്ധമുള്ളൂ, വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ ഭയത്തോടും വിറയലോടും തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം വെളിപ്പാട് പുസ്തകം 15-16 അധ്യായങ്ങളാണ്. അതിന് 15-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു വലിയ അടയാളം സ്വർഗത്തിൽ കണ്ടു എന്നാണ്. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ, അതോടുകൂടെ ദൈവത്തിൻ്റെ ക്രോധം തീർന്നു. അപ്പോൾ ആ 7 ബാധയുള്ള 7 ദൈവത്തിൻ്റെ ചേർത്ത് വരുന്ന ഒരു വലിയ അടയാളം സ്വർഗത്തിൽ നിന്ന്, അത് വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ടത് സ്വർഗത്തിൽ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 2-ാമത്തെ വാക്യത്തിൽ തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ യോഗ്യർ, അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും ചൊല്ലിയത്, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവ്, ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അപ്പോൾ ഇവിടെ മോശയുടെയും യേശുക്രിസ്തുവിൻ്റെയും പാട്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വരികൾ, ഇപ്പോൾ വായിച്ച വരികൾ വായിച്ചത്. മോശയുടെ പാട്ട് എന്ന് പറയുന്ന നമ്മളൊരു പാട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ പാട്ടിൻ്റെ ഒരു ഞാൻ വായിക്കാം. അതിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഇത്രയുമാണ് അതിലെ ആ പാട്ട്. അത് ദീർഘമായൊരു പാട്ടാണ്. അതിലെ ഒരു 2 വരികൾ. ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായ, സർവ്വജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ നീതിയും. എന്നിട്ട് അതിൽ അവസാനം നീയല്ലോ പരിശുദ്ധൻ, നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ. അപ്പോൾ നിൻ്റെ ന്യായവിധികളെക്കുറിച്ച് അവിടെ പറയുകയാണ് ഇവിടെ. അപ്പോൾ ഈ ന്യായവിധികളാണ് ഇവിടെ ഈ നമ്മൾ മുമ്പ് കണ്ട ഓരോ കാഴ്ചകളിലൂടെയും, യോഹന്നാൻ കണ്ട കാഴ്ചകളിലൂടെ പലതരത്തിൽ പല കാലഘട്ടത്തിൽ നടന്ന ന്യായവിധിയുടെ അന്ത്യന്യായവിധിയുടെ ഭാഗത്തിന് മുമ്പ് നടക്കുന്ന ന്യായവിധികൾ തന്നെയാണ് മനുഷ്യൻ്റെ മേൽ വന്ന രോഗമായാലും കാട്ടുമൃഗമായാലും അതുപോലെ തന്നെ പിന്നെ യുദ്ധമായാലും ഒക്കെ നമ്മൾ കാണുന്ന 4 ന്യായവിധികൾ പല ഘട്ടങ്ങളിൽ നടക്കുന്നത്, അതെല്ലാം ന്യായവിധികളാണ്. ഇവിടെ 15-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതും അതുപോലെ ഒരു ന്യായവിധിക്ക് ശേഷമാണ്. ഏതാണ്? മിസ്രയീം സൈന്യത്തെ ചെങ്കടലിൽ തള്ളിയിട്ടു, അല്ലെങ്കിൽ അവരെയെല്ലാം ചെങ്കടലിൽ മുങ്ങുമാറാക്കിയ ന്യായവിധിക്ക് ശേഷമാണ് മോശ പാട്ട് പാടുന്നത്. വേറെ രസകരമായൊരു സംഭവം, ഇത് നമ്മൾ വായിക്കുന്നത് 15-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലാണ്. ഈ പാട്ട് മോശ പറഞ്ഞ പാട്ടും പുറപ്പാട് പുസ്തകത്തിൻ്റെയും 15-ാം അധ്യായത്തിലാണ്. അതങ്ങനെ വന്നു. ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു വലിയ കാര്യമായിരിക്കണമെന്നില്ല, പക്ഷേ രണ്ടും 15-ാം അധ്യായത്തിൽ വന്നു ആ പാട്ടുകൾ, പാട്ടിനെക്കുറിച്ചുള്ള കാര്യം. അത് ആയിക്കോട്ടെ. അതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടം. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാനീ പറഞ്ഞ മോശയുടെ പാട്ട്, അവിടെ മോശ ഒരു പാട്ട് പാടിയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ പാട്ട് തന്നെയാണോ ഇനിയൊരു പുതിയ പാട്ടാണോ പാടുന്നതെന്ന് അറിയില്ല. മോശ പാടിയൊരു പാട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മോശയുടെ സങ്കീർത്തനം വർണ്ണമുണ്ട്. അത് ഏതാണ്? 90 90-ാം സങ്കീർത്തനമാണോ മോശയുടെ സങ്കീർത്തനമായിട്ട് നമ്മൾ കാണുന്നത്? ഒന്ന് മറിച്ചോട്ടെ. മോശയുടെ സങ്കീർത്തനം 90-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനത്തിലും മോശയുടെ സങ്കീർത്തനം, അതിലും എന്താ പറയുന്നത്? അതിലും ഇത് തന്നെയാണ്. കർത്താവേ, തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെ മണ്ഡലത്തിനും നിർമ്മിച്ചതിന് മുമ്പേ. അതിലും
ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ് മോശയുടെ സങ്കീർത്തനം. മോശയുടെ ഒരു സങ്കീർത്തനമേ ഉള്ളൂ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളത്. ഒരു മോശയുടെ സങ്കീർത്തനം എന്ന് പറയുന്നത് 90-ാമത്തെ സങ്കീർത്തനം. അതും കീർത്തനമാണ്, അതും പാട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പാട്ട് എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മളങ്ങനെ പാട്ട് കണ്ടിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമ്മൾ വായിച്ചാൽ അത് തന്നെ ഒരു പാട്ടായിട്ട് പാടാനുള്ള സംഗതികൾ അതിനകത്തുണ്ടല്ലോ. ശരി, ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായി ദൈവാലയം തുറക്കുന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ സണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഇപ്പോൾ 4 ജീവികൾ, നേരത്തെ കണ്ട 4 ജീവികൾ, ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധകലശം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതൊക്കെ കാഴ്ചകളാണ്, സംഭവിച്ചവയല്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മളിത് വായിച്ചു പോകുമ്പോൾ ഇതെല്ലാം സംഭവിച്ച കാര്യമായിട്ട് തോന്നും. ഇപ്പോൾ വളരെ ആളുകൾക്ക് ഒന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു ഉപമ യേശുക്രിസ്തു പറഞ്ഞത് ധനവാന്റെയും ലാസറിൻ്റെ ഉപമയാണ്. അത് സംഭവിച്ചതുപോലെയാണ് പലരും അതിനെ കാണുന്നത്, അത് സംഭവിച്ച കാര്യമായിട്ട്. അതൊരു ഉപമയാണ്, യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ്. ആ ഉപമയിൽ ഒരു കാര്യം യേശുക്രിസ്തു ഈ ജനത്തോട് പറയാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞതാണ്. യേശുക്രിസ്തു പറയാൻ ആഗ്രഹിച്ചത് പറയാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ഒരു ഉപമ അവിടെ കൊണ്ടുവന്നതാണ്. ഒരിക്കലും അത് സംഭവിച്ച കാര്യമില്ല. എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് സംഭവിച്ച കാര്യമായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദണ്ഡന സ്ഥലത്തെ കാണിച്ചു കൊടുത്ത ദണ്ഡന സ്ഥലം അവിടെ ഉള്ളതായിട്ടും അവിടെ തിളച്ചു മറിയുന്നതും ഒക്കെ ഉള്ള പല സംഗതികൾ, കണ്ട കാഴ്ചകളെ അതങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയാക്കിയ ഒരു ഉപമയാണത്. അവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തു മൂലക്കല്ലും തടങ്കൽപ്പാറയുമാണ് ഒരേ സമയം. മൂലക്കല്ലുമാണ്, അതേസമയം തന്നെ അതൊരു പലരും കല്ല് തട്ടി വീണു പോകുന്ന ഒരു ഇടർച്ചക്കല്ലുമാണ്. ഇടർച്ചക്കല്ലും മൂലക്കല്ലുമായിരിക്കുന്ന ഒരേ കല്ല്. ഒരു കെട്ടിടം പണിയാൻ ആവശ്യമായ മൂലക്കല്ല് തന്നെയാണത്. പക്ഷേ അത് പണിയപ്പെടാതെ ആ കല്ല് ചിലർ തട്ടി വീണ് അവർക്ക് നാശത്തിനായിത്തീരുന്നതും ഒരേ കല്ലിനാൽ തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഉപമ വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടവർ ആ യേശുക്രിസ്തുവിൻ്റെ മൂലക്കല്ലിൽ ലഭിക്കുന്ന നല്ലത് ലഭിക്കും. ആ ഉപമയുടെ സത്യമായ യഥാർത്ഥമായ ഉദ്ദേശത്തിന് എന്താണോ അത് മനസ്സിലാക്കും. തട്ടി വീഴാനുള്ളവർ എന്ത് പറ്റും? തട്ടി വീഴാനുള്ളവർ അതിനകത്തുള്ള പറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ അത് കാഴ്ചകളായും അത് സംഭവിച്ചതായും അതങ്ങനെയൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ആ കാഴ്ചയിൽ നിൽക്കും. കാഴ്ചയുടെ പിന്നിലുള്ള ഉപദേശത്തിൽ നിൽക്കത്തില്ല. അത് ആ യേശുക്രിസ്തു എങ്ങനെയാണോ മൂലക്കല്ലും ഇടർച്ചക്കല്ലുമാകുന്നത്, അതുപോലെ ഈ ഉപമ ഒരുപാട് പേർക്ക് മൂലക്കല്ലായി, അല്ലെങ്കിൽ അത് യഥാർത്ഥ ജീവിതത്തിൻ്റെ ഉപദേശമായി. പക്ഷേ ഒരുപാട് പേർക്ക് അത് തട്ടി വീഴുന്ന കല്ലുമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ പറയാൻ കാര്യം, ഈ കാഴ്ചകളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ്. ഇത് കാഴ്ചകളാണ്, വരാനിരിക്കുന്ന കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ എന്താണെന്നുള്ള യഥാർത്ഥത്തിൽ എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തന്നിട്ടില്ല. കാഴ്ചകൾ മാത്രമായി തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. പക്ഷേ അത് ദൈവം നടത്താനിരിക്കുന്ന കാര്യങ്ങളുടെ കാഴ്ച തന്നെയാണ്. പക്ഷേ അത് ഈ കാണുന്ന പോലെ അല്ല, മറിച്ച് അത് വേറെ ചില രീതിയിലൊക്കെ ആയിരിക്കുമോ സംഭവിക്കുന്നത്. ഇതേപോലെ ക്രോധമദ്യം കലശം കയ്യിലിരിക്കുക, അതങ്ങോട്ട് കമത്തുക. ഈ കലശം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കളിമണ്ണ് കൊണ്ടോ, അതോ സ്റ്റീൽ കൊണ്ടോ, അതോ സ്വർണം കൊണ്ടോ? ഏതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പം അങ്ങനെ ഒരു കലശമൊന്നും അവിടെ ഇല്ല, ഇങ്ങനെ കമത്തി ഒഴിക്കുന്നത് കാണാനും ഒന്നും. പക്ഷേ സംഭവിക്കും എന്താണ്? അവിടെ ഒരു ബാധ ഉണ്ടാകും, അവിടെ ഒരു ശിക്ഷാവിധി ഉണ്ടാകും, അവിടെ ആളുകൾ നശിക്കും. അവിടെ ചില ഭൂകമ്പം കൊണ്ടായിരിക്കാം, ചിലപ്പം രോഗത്താലായിരിക്കാം, ചിലപ്പോൾ യുദ്ധത്താലായിരിക്കാം. ഒരു നാശം ഉണ്ടാകും എന്ന് മാത്രമേ നമുക്കവിടെ മനസ്സിലാക്കാനൊക്കുള്ളൂ. അത് കഴിഞ്ഞ് 16-ാം അധ്യായത്തിൽ നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു ശബ്ദവും കേട്ടു. ഒന്നാമത്തവൻ പോയി ആ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തെ നമസ്കരിച്ചവരും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിച്ചവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വലിയ ദുർവ്രണമുണ്ടായി എന്നാണ്. രണ്ടാമത്തെ കലശം ഒഴിച്ചപ്പോഴത്തേക്ക്
അത് സമുദ്രത്തിലാണ് ഒഴിച്ചത്. അപ്പം അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. അപ്പോൾ അവിടെയും ഒരു സംഹാരം നടന്നു. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അത് കടലിലല്ല, നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അതിന് രക്തമായി പോയി. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനുമായുള്ള നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. അപ്പം ന്യായവിധിയാണ് ഇവിടെ നടക്കുന്നത്. ന്യായവിധിയുടെ പാർട്ടായിട്ടുള്ള ന്യായവിധി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു എന്നാണ് പറയുന്നത്, ആ ജലാധിപതി പറയുന്നത്. അവിടുന്ന് യാഗപീഠവും. ശരി, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നതും ഞാൻ കേട്ടു. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിലൊഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. സൂര്യൻ്റെ ചൂട് കൂടി അത്യുഷ്ണം കാരണം ജനം മരിക്കുന്നു. അപ്പോഴും ഈ ബാധകളൊക്കെ സംഭവിക്കുമ്പോൾ ബാധകൾ കാരണം ദൈവത്തെ കൂടുതൽ ദുഷിച്ചതല്ലാതെ മഹത്വം കൊടുപ്പാനോ മാനസാന്തരപ്പെടാനോ അവർ തയ്യാറായില്ല ജനം. അഞ്ചാമത്തെ ദൂതൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അപ്പോൾ ഈ മൃഗം എന്ന് പറയുന്ന സിംഹാസനം എന്ന് പറയുന്നത് രാജ്യവും രാജത്വവും രാജാവും ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു എന്ന്. അപ്പോൾ ഈ മൃഗം എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ അധിപതി രാജാവൊക്കെയാണ്, ഒരു അധികാര കേന്ദ്രമാണ്. അവൻ്റെ രാജ്യം വീണ്ടുപോയി. അവർ കഷ്ടനിമിത്തം നാവും കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തെ ദൈവത്തെ ദുഷിച്ചതില്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെടും. ആറാമത്തെ ദൂതനും തൻ്റെ കലശം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിൽ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ ആ വഴിയൊരുക്കേണ്ടതിന് വെള്ളം വറ്റിപ്പോയി എന്നാണ്. അപ്പോൾ ആ വഴി, അത് വെള്ളം അവിടെ ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ കൂടെ കടന്നു വരാനൊക്കത്തില്ല. അപ്പോൾ അവർക്ക് വഴിയൊരുക്കണമെങ്കിൽ അവിടെ വെള്ളമില്ലാതിരിക്കണം. വെള്ളം ഇല്ല, ആ നദിയിൽ കൂടെ തന്നെ നടന്നു വരാം, വഴിയായിട്ട് കിടക്കുന്ന നദിയിൽ കൂടെ. അത് വെള്ളം വറ്റിച്ചു കളഞ്ഞു നടന്നു വരാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെയും ചില മൃഗത്തിൻ്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു കണ്ടു. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നുമൊക്കെ. ഇവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്കും പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തോട് യുദ്ധം നടക്കേണ്ടതുണ്ട്. അതവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അവരെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. ആ സ്ഥലത്തെ എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിൽ ഹർമഗത്തോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു എന്നാണ്. ഇത് മെഗിദ്ദോയിലെ ഒരു കുന്നാണ്. അത് കാർമൽ പർവ്വതത്തിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ തന്നെയാണോ ഈ കൂട്ടിച്ചേർക്കൽ എന്നറിയില്ല. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ഈ ഹർമഗദോൻ എന്ന് പറയുന്നത് മെഗിദ്ദോയിലെ ഒരു കുന്നാണെന്നാണ്. കുന്നിലായിരിക്കുമോ ലോകത്തിലെ രാജ്യത്തിലെല്ലാവരും വരുന്നത്? വരാം, എങ്ങനെ വരാം? നടന്നു വരണമെന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാം എങ്ങനെയാണ്? വിമാനങ്ങളിലും മിസൈലുകളും ഒക്കെ ആയിട്ടല്ലേ. ആളുകൾ നേരിട്ട് വരണ്ടല്ലോ. റഷ്യയിലിരുന്ന് വേണേലും ഒരു മിസൈൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അയക്കാം, അവിടെ യുദ്ധമുണ്ടാക്കാം. ആ പ്രദേശം ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത് സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ ടെക്നോളജി വളരുന്നതനുസരിച്ച് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും. നമ്മൾ കാണുന്ന കാഴ്ച, ആളുകൾ അവിടെ വന്ന് തന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഇന്നത്തെ യുദ്ധങ്ങളൊക്കെ ഈ ആളുകൾ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണ് ഒരു രാജ്യത്തിനെതിരെ, ആ രാജ്യത്തിലെ ജനത്തിനെതിരെ, അധികാരത്തിനെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്നത്. അത് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റാണ്. പക്ഷേ ഇത് നാശം സംഭവിക്കാനിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവിടെ എഴുതിയിരിക്കുന്നത്, ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ. അപ്പോൾ എല്ലാം സംഭവിച്ചു തീർന്നു. അപ്പം ദൈവം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണോ? ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർന്നു. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. വലിയ ഭൂകമ്പവും മിന്നലും ഒക്കെ ഉണ്ടായതിൻ്റെ തുടർച്ചയായി. അതുപോലെ ഭൂകമ്പം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ മഹാനഗരം 3 അംശമായി പിളർന്നു പോവുകയാണ്. ജാതികളുടെ പട്ടണങ്ങളും വീണു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. അവളാരാണ്? അതും ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അതൊരു അധികാര കേന്ദ്രമാണ്. അതും ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയോ ആയിരിക്കാം. അല്ലാതെ അത് അവൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയല്ല.
സ്ത്രീയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അധികാര കേന്ദ്രം തന്നെയാണ്. അത് മനുഷ്യനെ അധികാരത്തിന് കീഴിലാക്കി വെച്ചിരിക്കുന്നവർ തന്നെയാണ്. അതിനെ ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദീപവും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി, താലന്തോളം കനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. എല്ലാം സംഭവിച്ചു തീർന്നാണ് നമ്മൾ വായിച്ചത്. അത് സംഭവിച്ചു തീർന്നു എന്ന് വായിച്ച എഴുതപ്പെട്ട സ്ഥലത്തിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന കന്മഴയൊക്കെ കാണുന്നത്. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് പറയുന്ന സമയത്തല്ല അത് സംഭവിച്ചു തീരുന്നത്. സംഭവിച്ചു തീർന്നു എന്ന് ദൈവം എപ്പോഴാണോ സംഭവിച്ചു തീർന്നത് എന്ന് വെച്ചിരിക്കുന്നത്, അപ്പോഴാണ് അത് സംഭവിച്ചു തീരുന്നത്. അതുവരെയും ഈ കരഞ്ഞ കാര്യങ്ങൾ, ബാധകൾ, ശിക്ഷകൾ, യുദ്ധങ്ങൾ എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അത് ന്യായവിധിയുടെ ഭാഗമായി നടക്കും. ന്യായവിധി എല്ലാം കഴിഞ്ഞ് തീരുന്നത് അത് അപ്പോൾ മാത്രമേ അത് തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ അത് സംഭവിച്ചു തീരുകയുള്ളൂ, സംഭവിച്ച് അവസാനിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർക്കണം. നമ്മൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്തൊന്നും അല്ലല്ലോ ശിശു ജനിക്കുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഇറ്റ്സ് ഓൾറെഡി ഗിവൺ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത് തന്നിരിക്കുന്നു, തന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മകൻ ജനിച്ചപ്പോഴാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ അത് നമ്മൾ വായിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ് ആ ശിശു ജനിച്ചത്. പക്ഷേ അതിൻ്റെ ഉറപ്പാണ് നമ്മളവിടെ വായിക്കുന്നത്. ശിശു ജനിച്ചിരിക്കുന്നു, ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ശിശു ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ ജാതികൾ കലഹിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് തൻ്റെ അഭിഷിക്തനോട് വായിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതൊന്നും അപ്പോഴല്ല സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തുവിനെതിരെ അധിപതികൾ എഴുന്നേൽക്കുന്ന സമയത്ത്, ഇസ്രായേലിൻ്റെ തന്നെ അധിപതികൾ യേശുക്രിസ്തുവിനെ എഴുന്നേൽക്കുകയും കൊല്ലാനൊക്കെ ശ്രമിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷേ സംഭവിച്ചതുപോലെയാണ്. അപ്പോൾ ഇത് ബൈബിളിൻ്റെ രചനാരീതിയാണ്. ദൈവത്തിൻ്റെ രചനാരീതിയാണ്. ദൈവം എഴുതാൻ പറയുന്നതാണല്ലോ മനുഷ്യർ എഴുതുന്നത്. അപ്പോൾ ദൈവം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോഴല്ല സംഭവിച്ചു തീരുന്നത്. സംഭവിച്ചു തീർന്നു എന്ന് പറയാൻ ദൈവം വെച്ചിരിക്കുന്നത് സംഭവിച്ചു തീരുന്ന ആ സമയത്തിന് മുമ്പേ പല കാര്യങ്ങളും വായിക്കും നമ്മൾ. ചിലപ്പോൾ ആ സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നതിന് ശേഷമായിരിക്കാം. അപ്പം അതുകൊണ്ട് ബൈബിൾ വായന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പുസ്തകത്തിൻ്റെ വായന പോലെ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് പ്രാർത്ഥനയോടെ തന്നെ നമ്മൾ പുസ്തകത്തിലേക്ക് നോക്കണം. ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ ഗ്രഹിപ്പിച്ചു തരണമേ. കാരണം ദൈവം എഴുതപ്പെട്ട പുസ്തകം, ദൈവം നമ്മളെ മനസ്സിലാക്കണം ആഗ്രഹിക്കുന്നത്, ദൈവം തന്നെ മനസ്സിലാക്കി തരാനും ദൈവത്തിൻ്റെ കൃപ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഞാനങ്ങ് വായിച്ചെടുക്കും, ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് പറയരുത്. 10 പേര് വായിച്ചാൽ 10 രീതിയിലാണ് ഇത് മനസ്സിലാകുന്നത്. അങ്ങനെ വായിച്ചാൽ പറ്റുമോ? 10 പേരും വായിക്കുമ്പോൾ 10 പേരും ഒരു രീതി തന്നെ മനസ്സിലാക്കണ്ടേ? അതെങ്ങനെ പറ്റും? അപ്പോൾ 10 പേരും 10 വിവിധങ്ങളായ മനുഷ്യരായതുകൊണ്ടാണ് 10 രീതിയിൽ മനസ്സിലാക്കുന്നത്. അവർക്ക് മുമ്പ് ലഭിച്ച എക്സ്പീരിയൻസ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയുമായിട്ട് തട്ടിച്ചു ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ അവർ കാണുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ ഈ 10 പേർക്കും ഉണ്ടെങ്കിൽ 10 പേർക്കും, അപ്പോൾ അത് നമുക്കാണ് ഉണ്ടാകേണ്ടത്. ദൈവമേ എന്നെ സഹായിക്കണമേ, ദൈവമേ എനിക്കിത് മനസ്സിലാക്കി തരണമേ, ദൈവമേ അങ്ങ് എഴുതിയ പുസ്തകം, അങ്ങയുടെ വാക്കുകൾ, ദൈവമേ ഇത് അങ്ങ് തന്നെ സഹായിച്ചാലേ എനിക്കിത് മനസ്സിലാകാനൊക്കെ ഉള്ളൂ. ഇതാണ് അടിസ്ഥാനപരമായി ബൈബിളിൻ്റെ വായനയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ട വികാരം. അത് ദൈവം തന്നെ മനസ്സിലാക്കി തരണം. അപ്പം അതിന് ഒരു സഹായം എന്ന തരത്തിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിന് ഇടപെടാനൊക്കെ ഉള്ളൂ. പൂർണ്ണമായും ഇത് ദൈവസഹായത്താൽ സംഭവിക്കേണ്ടതാണ്. പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കണം, കാണണം, ആഗ്രഹിക്കണം, ഒക്കെ ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. 3 വായനാ ഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബൈബിളിനെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമായി നമ്മുടെ ജീവിതത്തിൽ കാണുകയും ദൈനംദിനം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ ഒരു ദിവസം 5 അധ്യായം 10 അധ്യായം ഒന്നും വായിക്കാനൊക്കത്തില്ല. അത് തുടർച്ചയായി നമുക്ക് ആയുസ്സുണ്ടല്ലോ, നമുക്ക് ഒരു വർഷമുണ്ട്. ഒരു വർഷം കൊണ്ട് ഈ പുസ്തകത്തിലെ പഴയ നിയമം 1 പ്രാവശ്യവും പുതിയ നിയമം 2 പ്രാവശ്യവും വായിച്ചു തീർക്കാനുള്ള അവസരം കിട്ടുന്ന പ്രകാരമാണ് ഈ പ്ലാനർ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, 2 പ്രാവശ്യം പഴയ നിയമം വായിക്കാമെന്ന് പറയുമ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോഴത്തേക്ക് പുതിയ നിയമം 1 പ്രാവശ്യം വായിച്ചു തരുന്നതിൻ്റെ പ്ലാനർ അവസാനിക്കും. ജൂലൈ 2 മുതലാണ് അടുത്ത വീണ്ടും പുതിയ നിയമം വായിക്കാനുള്ള പ്ലാൻ ചാർട്ടർ പ്രകാരം അവസരം ലഭിക്കുക.
അപ്പം ഇപ്പോൾ ദാ ജൂൺ 2-ാം തീയതി മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം മുതൽ വീണ്ടും വായിക്കാൻ പറ്റും. അപ്പോൾ ആ പ്ലാനർ ആർക്കെങ്കിലും വേണമെങ്കിൽ, ഈ കേൾക്കുന്ന ആർക്കെങ്കിലും പ്ലാനർ ഇല്ലെങ്കിൽ, എൻ്റെ സഹോദരന്, എൻ്റെ അച്ഛന്, എൻ്റെ മകന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മകൾക്ക് ഒരു പ്ലാനർ കൊടുത്താൽ അവളുടെ ബൈബിൾ റീഡിങ് കൃത്യമായി നടക്കുമല്ലോ. താല്പര്യമുള്ളവർക്ക് വെറുതെ നമ്മൾ നിർബന്ധിക്കരുത്, ചോദിക്കുക. ഒരു ബൈബിൾ പ്ലാനർ ഉണ്ട്, തരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ ഇതിൽ കാണുന്ന നമ്പറിൽ അറിയിച്ചാൽ ആ അഡ്രസ്സിൽ ദൂരെയാണെങ്കിൽ പോസ്റ്റലിൽ അയച്ചു തരാം. ഇല്ല, ഞങ്ങൾക്ക് സമീപമായ സ്ഥലങ്ങളിലാണെങ്കിൽ കൊണ്ടു തന്നെത്തിക്കാം. അത് ജൂൺ 30-ന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ തക്കവണ്ണം. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 28-ആയി. അപ്പോൾ ജൂൺ 30 എന്ന് പറയുമ്പം 2 ദിവസത്തിനകത്ത് ജൂൺ 30 ആകും. ജൂലൈ 1, ജൂലൈ 2 മുതൽ അത് വായനയുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിനകത്ത് എത്തിക്കാൻ കഴിയുന്ന പരമാവധി എത്തിക്കാൻ കഴിയും. ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അറിയിക്കുക. നന്ദി. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.